വലിയ പല കാര്യങ്ങളും നിങ്ങൾക്ക് വേണ്ടി ഈ ഭൂമിയിൽ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഒരു വലിയ വീടാണെങ്കിലും ഒരു വലിയ കാറാണെങ്കിലും അതല്ല നിങ്ങൾ ഈ ഭൂമിക്ക് നൽകാൻ പോകുന്ന ഒരു കോൺട്രിബ്യൂഷൻ ചെയ്യാനുള്ള അവസരമാണെങ്കിലും നിങ്ങൾ എന്താ ആഗ്രഹിക്കുന്നു അതൊക്കെ നിങ്ങളെ ആഗ്രഹിച്ചുകൊണ്ട് തന്നെയാണ് ഈ പ്രപഞ്ചത്തിൽ ഇപ്പോൾ നിലനിൽക്കുന്നത്. പിന്നെ എവിടെയാണ് ഒരു ഗ്യാപ്പ് വരുന്നതെന്ന് ചോദിച്ചാൽ അതിനുള്ള ഉത്തരവാണ് ഇന്നത്തെ വീഡിയോ. അതായത് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്താൻ, നിങ്ങൾ അതുമായി കണക്റ്റഡ് ആവാൻ എന്ത് ചെയ്യണം എന്ന് കൃത്യമായി മനസ്സിലാക്കുക. കാരണം എല്ലാ വ്യക്തികളും, ഈ പ്രപഞ്ചത്തിലെ ഓരോ വ്യക്തിയും ഈ ഒരു ഫിംഗർ പ്രിന്റ് പോലെ വ്യത്യസ്തരാണ്. അവർക്ക് അവരുടേതായ യുണീക്നെസ്സും കഴിവും കപ്പാസിറ്റിയും ഉള്ള വ്യക്തികളാണ്. താങ്കളും അതിൽപ്പെട്ട ഒരു വ്യക്തി തന്നെയാണ്. താങ്കൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം താങ്കൾക്ക് നേടിയെടുക്കാൻ കഴിവുമുണ്ട്. പിന്നെ എവിടെയാണ് മാറ്റം വരുത്തേണ്ടത് ഇതൊക്കെ നേടിയെടുക്കാൻ എന്നാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. നമസ്കാരം, എൻ്റെ പേര് നവീൻ കുമാർ. ഞാനൊരു ട്രാൻസ്ഫോർമേഷണൽ കോച്ചാണ്. ധാരാളം ആളുകളുടെ ജീവിതത്തിൽ വലിയ പരിവർത്തനം ഉണ്ടാക്കി കൊടുക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് എനിക്ക് വളരെയധികം സന്തോഷം നൽകുന്ന ഒരു പ്രധാനപ്പെട്ട ഫാക്ടർ എന്ന് പറയുന്നത്. നമുക്ക് നോക്കാം എങ്ങനെയാണ് ആ ഡ്രീംസിനെ റിയാലിറ്റിയിലേക്ക് കൊണ്ടുവരാൻ കഴിയുന്നത്. നമ്പർ 1, ദ സയൻസ് ബിഹൈൻഡ് മാനിഫെസ്റ്റേഷൻ. അത് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ മാനിഫെസ്റ്റ് ചെയ്യുന്ന കാര്യത്തിന്റെ പിറകിലുള്ള സയൻസ് എന്താണെന്ന് മനസ്സിലാക്കണം. അവിടെ നമ്മൾ ചിന്തിച്ചാൽ മനസ്സിലാവും. നമ്മുടെ ചിന്തകളുണ്ടല്ലോ, ആ ചിന്തകളാണ് നമ്മുടെ ജീവിതത്തിലെ റിയാലിറ്റികളെ ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കുക. നമ്മുടെ ചിന്ത വളരെ പവർഫുൾ ആണ്. നമ്മൾ ഉള്ളിൽ തട്ടി ഒരു കാര്യം ആഗ്രഹിച്ചാൽ, ഉള്ളിൽ തട്ടി ഒരു കാര്യം ചിന്തിച്ചാൽ, ആ ചിന്തിച്ച കാര്യം നമ്മുടെ മുൻപിൽ നടക്കുന്നത് അത്ഭുതത്തോടു കൂടി നമുക്ക് കാണാൻ കഴിയും. പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്നത് ഇതൊക്കെ ഒരു കോയിൻസിഡൻസ് ആയിട്ട് സംഭവിക്കുന്നതാണെന്നാണ്. പക്ഷേ ഇതൊരു കോയിൻസിഡൻസ് ആയിട്ടോ ആക്സിഡന്റലായിട്ടോ സംഭവിക്കുന്നതല്ല. നമ്മൾ ചിന്തിച്ച് തന്നെ ഇത് വരുത്തുകയാണ് നമ്മുടെ മുന്നിൽ. ഇത് തിരിച്ചറിയുക, നമുക്കുള്ളിലുള്ള ആ ഒരു അനന്തമായ പവറിനെ തിരിച്ചറിയുക എന്നുള്ളതാണ് സ്റ്റെപ്പ് നമ്പർ 1. മാനിഫെസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ നേടി എന്ന് തന്നെ ചിന്തിച്ചുകൊണ്ട് നമ്മൾ മുൻപോട്ട് പോയാൽ നമ്മുടെ ഓരോ സെല്ലുകളും വൈബ്രേറ്റ് ചെയ്യാൻ തുടങ്ങും. നമ്മുടെ ഓരോ സെൽസും അത് നേടിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഉദ്യമത്തിലേക്ക് മാറും. നമുക്കറിയാം, മനുഷ്യൻ എന്ന് പറയുന്ന ഈ ഒരു ക്രീച്ചർ ഭീകരമായ പൊട്ടൻഷ്യൽ ഉള്ള ഒരു ജീവിയാണ്. അതുകൊണ്ട് തന്നെ ഓരോ സെൽസിനും ആ പൊട്ടൻഷ്യലെ പുറത്തെടുക്കാൻ കഴിഞ്ഞാൽ അവിടെ ആ റിസൾട്ട് ഉണ്ടാവുന്നു എന്നുള്ള സത്യത്തെ ആദ്യം തിരിച്ചറിയണം. അത് അംഗീകരിക്കാൻ തയ്യാറാവണം. നിങ്ങളിത് അംഗീകരിക്കുന്നുണ്ടെങ്കിൽ യെസ് ഐ എഗ്രി എന്നർത്ഥം വരുന്ന രീതിയിൽ IA എന്ന് വീഡിയോയുടെ താഴെ നിന്ന് കമന്റ് ചെയ്യണം. ഐ എഗ്രി എന്നർത്ഥം വരുന്ന രീതിയിൽ IA എന്ന് കമന്റ് ചെയ്യുക. 2, ക്ലാരിറ്റി ഈസ് ദ കീ. ഈ പറയുന്ന സ്വപ്നങ്ങളും ഈ പറയുന്ന ലക്ഷ്യങ്ങളും ഒക്കെ നടപ്പിലാവണമെങ്കിൽ ആദ്യം ക്ലാരിറ്റി വേണം. ശരിയല്ലേ? നമുക്ക് ക്ലാരിറ്റി ഇല്ല, പിന്നെ എന്താ ഉള്ളത്? കൺഫ്യൂഷനാണുള്ളത്. ഒരു പ്രത്യേക സ്ഥലത്തേക്ക് നമുക്ക് പോകണം എന്നുള്ളൊരു ക്ലാരിറ്റി ഉണ്ട്, നമ്മൾ അങ്ങോട്ടേക്ക് പോകും. എങ്ങടാ പോകണ്ടെന്ന് അറിയില്ലെങ്കിലോ പല വഴിക്ക് പോകും. ദാറ്റ് മീൻസ് ക്ലാരിറ്റി ഉണ്ടെങ്കിലേ മാനിഫെസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ സംഭവിക്കുകയുള്ളൂ. ക്ലിയർ ആയിരിക്കണം, വ്യക്തമായിരിക്കണം. എന്താണോ നമുക്ക് വേണ്ടത്, എന്താണോ നമ്മൾ ലക്ഷ്യം വെക്കുന്നത്, ആ ലക്ഷ്യത്തെക്കുറിച്ച് ഒരു ക്ലിയർ ആയിട്ടുള്ള, ഒരു വ്യക്തമായിട്ടുള്ള പിക്ചർ നമ്മുടെ തലച്ചോറിൽ ഉണ്ടാക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ്. സോ ക്ലാരിറ്റി ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. 3, വിഷ്വലൈസ് ആൻഡ് ബിലീവ്. നിങ്ങൾ ആ ക്ലാരിറ്റി ഉണ്ടാക്കിയ കാര്യത്തെ വിഷ്വലൈസ് ചെയ്യാൻ തയ്യാറാവണം. അതിപ്പോൾ ഒരു വീടാണെങ്കിൽ ആ വീടിന്റെ രൂപം എന്താണ്, ആ വീടിന്റെ ഉള്ളിൽ എന്തൊക്കെയാണുള്ളത്, ആ വീടിന്റെ പറമ്പ് എങ്ങനെയായിരിക്കും, മതിൽ എങ്ങനെയായിരിക്കും, എത്രത്തോളം സ്ക്വയർ ഫീറ്റിലാണ് ആ വീട് ബിൽഡ് ചെയ്യാൻ പോകുന്നത്, ഇതുപോലെ എല്ലാം ഒന്ന് വിഷ്വൽ ആയിട്ട് കാണാൻ കഴിയണം. കാരണം നമ്മുടെ മനസ്സിൽ ചിത്രങ്ങൾ ഹോൾഡ് ചെയ്യാനുള്ള കഴിവുണ്ട്. ആ ചിത്രങ്ങൾ മനസ്സിലുണ്ടാകുമ്പോൾ ആ ചിത്രങ്ങളെ യാഥാർത്ഥ്യമാക്കി മാറ്റാനായിട്ട് നമ്മുടെ ശരീരവും ബുദ്ധിയും മനസ്സും ഒരുമിച്ച് പ്രവർത്തിക്കാൻ തുടങ്ങും. സോ വിഷ്വൽ ആയിട്ട് അതിനെ കാണുക, അത് നേടും എന്ന് വിശ്വസിക്കുക, അല്ലെങ്കിൽ നേടിക്കഴിഞ്ഞു എന്ന് വിശ്വസിക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ്. 3, യൂസ് അഫർമേഷൻ ആൻഡ് ഗോൾ സെറ്റിംഗ്. അഫർമേഷനുകൾ ഉപയോഗിക്കുക. എന്താണ് അഫർമേഷൻ എന്ന് പറഞ്ഞാൽ? നമ്മളെ തന്നെ പറഞ്ഞ്, നമ്മളെ തന്നെ ഫോക്കസ്ഡ് ആക്കി, നമ്മളെ തന്നെ ഒരു ലക്ഷ്യത്തിന് വേണ്ടി പാകപ്പെടുത്തുന്ന പ്രോസസ്സാണ് അഫർമേഷൻ. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഐ ആം ഹെൽത്തി, ഐ ആം വെൽത്തി ആൻഡ് ഐ ആം ഹാപ്പി എന്ന് പറഞ്ഞ് പരിശീലിക്കുന്ന ഒരു വ്യക്തിക്ക് സ്ഥിരമായി ഇത് പറയുമ്പോൾ ഐ ആം ഹാപ്പി, ഐ ആം ഹാപ്പി, ഐ ആം ഹാപ്പി, ഐ ആം ഹാപ്പി, ഐ ആം ഹാപ്പി എന്ന് വൈകാരികമായി പറയുമ്പോൾ അറിയാതെ ഹാപ്പിനെസ് നമ്മുടെ ഉള്ളിൽ വരുന്നത് നമുക്ക് അറിയാൻ സാധിക്കും. നിങ്ങൾ വേണമെങ്കിൽ ഒന്ന് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കൂ. ഐ ആം ഹാപ്പി എന്ന് ഒന്ന് 10 തവണ പറഞ്ഞേ. ഇങ്ങനെ ഒരു 10 തവണ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അറിയാതെ നിങ്ങൾ ഹാപ്പിനെസ് എവിടെയൊക്കെയോ ഫീൽ ചെയ്യും. നിങ്ങൾ ചെയ്തു നോക്കിയിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നിയത്? നിങ്ങൾക്ക് ഫീൽ ചെയ്തെങ്കിൽ 1 എന്നും, ഫീൽ ചെയ്തില്ലെങ്കിൽ 2 എന്നും കമന്റ് ചെയ്യുക. ഇതിൽ ഫീൽ ചെയ്യാത്ത ആൾക്കാർ അതിനായിട്ട് തയ്യാറാവണം, മനസ്സിനെ തയ്യാറാക്കണം. അതായത് എനിക്ക് ഹാപ്പി ആവണം എന്ന് ആഗ്രഹിച്ച് തന്നെ ഐ എം ഹാപ്പി എന്ന് പലതവണ പറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഹാപ്പി. ഇതേപോലെ ലൈഫിൽ എന്ത് നേട്ടമാണോ കരസ്ഥമാക്കേണ്ടത്, ഏതൊരു മാറ്റമാണോ വേണ്ടത്, അത് പറഞ്ഞ് നമ്മുടെ തലച്ചോറിനെ പഠിപ്പിക്കുമ്പോൾ അത്തരത്തിലുള്ള ഒരു ബ്രെയിൻ പാറ്റേൺ ക്രിയേറ്റഡ് ആവുകയും അതിനനുസൃതമായി നമ്മൾ മാറുകയും ചെയ്യും. സോ അഫർമേഷൻ വളരെ ശക്തമായ ടൂളാണ്. ഐ ആം ഹാപ്പി,
ഐ ആം വെൽത്തി ആൻഡ് ഐ ആം ഹെൽത്തി എന്നുള്ള സ്ഥിരമായി പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യുക. ഇറ്റ് ക്യാൻ ട്രാൻസ്ഫോം യുവർ ലൈഫ്. മാത്രമല്ല നിങ്ങൾ ആഗ്രഹിക്കുന്ന സ്വപ്നങ്ങളെ പറ്റിയുള്ള സെന്റൻസുകളും ഇതേപോലെ ക്രിയേറ്റ് ചെയ്യുക, സ്ഥിരമായി പറയുക. കൃത്യമായ ഒരു ഗോൾ കൂടി സെറ്റ് ചെയ്യണം. ഗോൾ സെറ്റിംഗ് വളരെ ഇമ്പോർട്ടന്റ് ആണ് ലൈഫിൽ. ഞാൻ പല വീഡിയോസിലായിട്ട് പറയുന്നുണ്ട്, ഒരു ഗോൾ അല്ലെങ്കിൽ ഒരു ലക്ഷ്യം കൃത്യമായുള്ള വ്യക്തികൾ ലോകത്തിൽ തന്നെ 3% ആൾക്കാരാണ് സിസ്റ്റമാറ്റിക്കായി ഒരു റോഡ് മാപ്പ് ഫോളോ ചെയ്ത് അതിനെ ചേസ് ചെയ്ത് നേടുന്ന ആൾക്കാർ. അവർ ചിലർ എഴുതി തയ്യാറാക്കി തന്നെ പോകുന്നവരാണ്, ചിലർ അറിയാതെ ആ ഒരു പ്രോസസ്സിലൂടെ കടന്നു പോകുന്നവരാണ്. എങ്ങനെയാണെങ്കിലും ഈ 3% ആ റോഡ് മാപ്പ് കിട്ടിയിട്ടുണ്ട്, ആ ഒരു സിസ്റ്റം അറിയാം, അതുകൊണ്ടാണ് അവർ നേടുന്നത്. എങ്ങനെയാണ് അത്തരത്തിൽ നമ്മുടെ ഗോളുകളെ ഒരു മാഗ്നറ്റിക് ഗോളാക്കി മാറ്റാൻ കഴിയുന്നതെന്ന് കൃത്യമായി പഠിക്കാൻ താങ്കൾക്ക് താല്പര്യമുണ്ടെങ്കിൽ താങ്കൾക്ക് വേണ്ടി ഒരു വർക്ക്ഷോപ്പ് ഉണ്ട്, മാഗ്നറ്റിക് ഗോൾ സെറ്റിംഗ് വർക്ക്ഷോപ്പ് എന്നാണ് ഈ വർക്ക്ഷോപ്പിന്റെ പേര്. നിരവധി ആളുകളുടെ ജീവിതത്തെ മാറ്റിമറിച്ച ഈ ഒരു വർക്ക്ഷോപ്പ് തീർച്ചയായിട്ടും താങ്കളുടെ ജീവിതത്തിലും പ്രയോജനകരമാവും. ഞാൻ എന്റെ ലൈഫിലെ ഓരോ ആഗ്രഹങ്ങളെയും കൃത്യമായി ഗോളാക്കി മാറ്റുകയും ആ ഗോളിനെ കൃത്യമായി ഗോൾ സെറ്റിംഗ് പ്രോസസ്സിലൂടെ കടത്തിവിട്ട് നേടിയെടുക്കുകയും ചെയ്ത വ്യക്തിയാണ്. ഇപ്പോഴും നിരവധി ഗോളുകൾ സെറ്റ് ചെയ്തിട്ടുണ്ട്, അതിനുവേണ്ടി ശക്തമായ രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. താങ്കളെ ഹെൽപ്പ് ചെയ്യാം എങ്ങനെ ഗോൾ സെറ്റ് ചെയ്യണം എന്ന ആഗ്രഹമുണ്ടെങ്കിൽ, ഇഫ് യു ആർ റെഡി ഫോർ ദാറ്റ്, 1 എന്ന് ടൈപ്പ് ചെയ്യുക, അല്ലെങ്കിൽ യെസ് എന്ന് ടൈപ്പ് ചെയ്യുക. നിങ്ങൾ തയ്യാറാണ് ജീവിതത്തിൽ ഒരു ഗോൾ സെറ്റ് ചെയ്യാനെങ്കിൽ യെസ് അല്ലെങ്കിൽ 1 എന്ന് കമന്റ് ചെയ്യുക. തീർച്ചയായിട്ടും നിങ്ങൾ ഒരു തീരുമാനം എടുക്കണം. അതിനായി താങ്കൾ ചെയ്യേണ്ടത് ഇത്രമാത്രം, ഒരു 3000 വർത്തുള്ള ഒരു കോഴ്സാണ് നമ്മുടെ മാഗ്നറ്റിക് ഗോൾ സെറ്റിംഗ് വർക്ക്ഷോപ്പ്. എന്നാൽ ഒരു ഓഫർ പ്രൈസ് ആയി 999 രൂപയ്ക്ക് താങ്കൾക്ക് ഇത് പർച്ചേസ് ചെയ്യാൻ കഴിയും. ഇത് പർച്ചേസ് ചെയ്യാനുള്ള ലിങ്ക് നമ്മുടെ കമന്റിലും അതേപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിലും കൊടുത്തേക്കാം. അതിൽ ക്ലിക്ക് ചെയ്യുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ലൈഫിൽ കൃത്യമായ ഒരു ഗോൾ സെറ്റ് ചെയ്ത് അതിനെ ചേസ് ചെയ്ത് നേടിയെടുക്കാൻ താങ്കൾ എക്വിപ്ഡ് ആവണം. ഞാനൊരു മിഷനിലാണ്. 1 ലക്ഷം ആളുകളുടെ ജീവിതത്തിൽ കൃത്യമായി ഗോൾ സെറ്റ് ചെയ്യുക എന്നുള്ള ഒരു മിഷനിലാണ് ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. സോ യൂസ് അഫർമേഷൻ ആൻഡ് ഗോൾ സെറ്റിംഗ്. 5, അലൈൻ യുവർ ആക്ഷൻസ് വിത്ത് യുവർ വിഷൻ. നിങ്ങളുടെ ആക്ഷൻസും വിഷൻസും തമ്മിൽ യോജിക്കണം. അതായത് വലിയ ചില സ്വപ്നങ്ങളോ ആഗ്രഹങ്ങളോ ഉണ്ടായിട്ട് അതുമായി ബന്ധപ്പെട്ട യാതൊരു ആക്ഷനും നിങ്ങൾ എടുക്കുന്നില്ലെങ്കിൽ നിങ്ങൾ വിജയിക്കില്ല. നമ്മൾ മനസ്സിൽ കാണുന്ന ആ പർട്ടിക്കുലർ ലക്ഷ്യം, ഉദാഹരണത്തിന് താങ്കൾ ആഗ്രഹിക്കുന്നത് ഒരു വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞ ഒരു കാറാണെന്നിരിക്കട്ടെ. ആ കാറിന്റെ ഷോറൂമിന്റെ മുന്നിലൂടെ പോകുന്ന സമയത്ത് അവിടെ വരെ ചെല്ലാനോ ആ കാറിനെ ഒന്ന് തൊട്ടു നോക്കാനോ അല്ലെങ്കിൽ ആ കാറിന് ഇത്ര പ്രൈസ് അവിടെ പോയി തിരക്കാനോ തയ്യാറല്ലെങ്കിൽ യു ആർ നോട്ട് ക്വാളിഫൈഡ്. അതിനുള്ളൊരു കറേജ് കാണിക്കണം. നിങ്ങൾ അത്ര കണ്ട് അഫർമേഷൻ പറയുകയും വിഷ്വലൈസ് ചെയ്യുകയും ചെയ്യുമ്പോൾ അതിനുള്ള ധൈര്യം കിട്ടും. അത്തരത്തിൽ നിങ്ങൾ അവിടെ ചെന്ന് ആ കാറിൽ കയറി ഇരുന്നൊരു ഫോട്ടോ എടുക്കണം. ഇതൊക്കെ പ്രയോജനം ചെയ്യുന്ന കാര്യമാണ്. അങ്ങനെ ചെറിയ ആക്ഷൻ എടുക്കുക. ആ ആക്ഷൻ എടുക്കുമ്പോൾ തന്നെ അതിനുവേണ്ടി അത് നേടിയെടുക്കാനുള്ള അടുത്ത ആക്ഷൻ തലച്ചോറ് പറയാൻ തുടങ്ങും, മനസ്സ് ചങ്കൂറ്റം കാണിക്കും, ശരീരം പ്രവർത്തിക്കാൻ തുടങ്ങും. സോ ഡു ദാറ്റ്, വെരി ഇമ്പോർട്ടന്റ്. അലൈൻ യുവർ ആക്ഷൻ വിത്ത് യുവർ വിഷൻ. 6, ടേക്ക് ഇൻസ്പയർഡ് ആക്ഷൻ ഡെയിലി. എല്ലാ ദിവസവും ആക്ഷൻ എടുക്കണം. കാരണം എല്ലാ ദിവസവും ചെയ്യുന്ന ആൾക്കാരാണ് ലോകത്തിൽ വലിയ മാറ്റം ഉണ്ടാക്കിയ ആൾക്കാർ, അല്ലാതെ ആണ്ടിൽ സംക്രാന്തിക്കും ചെയ്യുന്ന ആൾക്കാരല്ല. കാരണം റെഗുലറായി ചെയ്യുന്ന ഒരു വ്യക്തിക്കാണ് അദ്ദേഹം പോലും അറിയാത്തതിന്റെ കരുത്ത് കൂടി വരുന്നത്. ശരിയല്ലേ? നിങ്ങൾ എന്ന വ്യക്തി ഇന്നലത്തേക്കാൾ മിടുക്കനായ ഒരാളാണ് ഇന്നെങ്കിൽ, ഒരു +1 കൂടിയെങ്കിൽ, നാളെ അടുത്ത +1 കൂടിയെങ്കിൽ, 10 വർഷം കഴിയുമ്പോൾ അവിടെ നിങ്ങളെന്ന വ്യക്തിയെക്കാളും 3650 പ്ലസ് ഉള്ള ഒരു വ്യക്തിയായിരിക്കും ക്രിയേറ്റഡ്. ഒന്ന് ആലോചിച്ച് നോക്കി. സോ അത്രയും ഡിഫറൻസ് ആണ് നിങ്ങളും ആ വ്യക്തിയും തമ്മിൽ. 3650 ഇരട്ടി വ്യത്യാസമാണ് 10 വർഷം കൊണ്ട് സംഭവിക്കുന്നത്. സോ വെരി ഇമ്പോർട്ടന്റ്, എല്ലാ ദിവസവും ആക്ഷൻ എടുക്കാൻ തയ്യാറാവുക. നിങ്ങളുടെ മേഖലയിലെ കരുത്തനായ, ഷാർപ്പായ, ഫോക്കസ്ഡ് ആയ ഒരു വ്യക്തിയായി മാറണം നിങ്ങൾ. എങ്കിലാണ് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്ത കാര്യങ്ങളെല്ലാം തന്നെ അട്രാക്ട് ചെയ്യാൻ കഴിയുന്ന ഒരു മാഗ്നറ്റായി നിങ്ങൾ മാറുന്നത്. അപ്പൊ ഇതൊക്കെയാണ് പ്രധാനമായിട്ട് നിങ്ങളുടെ സ്വപ്നങ്ങൾ നേടിയെടുക്കാൻ പറ്റാത്തതിന്റെ കാരണങ്ങൾ. ഈ കാര്യങ്ങളൊന്ന് കറക്റ്റ് ചെയ്യാൻ തയ്യാറായാൽ എന്ത് സ്വപ്നവും നേടിയെടുക്കാൻ കഴിയും. 1, മാനിഫെസ്റ്റേഷൻ സയൻസ് മനസ്സിലാക്കുക. 2, ക്ലാരിറ്റി ഉണ്ടാക്കുക. 3, വിഷ്വലൈസ് ചെയ്തുകൊണ്ട് തന്നെ അതിനെ വിശ്വസിക്കുക. 4, അഫർമേഷൻ ഉണ്ടാവണം, പ്ലസ് ഒരു ഗോൾ സെറ്റ് ചെയ്യണം. 5, നിങ്ങളുടെ വിഷനും അതേപോലെ തന്നെ നിങ്ങളുടെ ആക്ഷനും തമ്മിൽ അലൈൻ ചെയ്യുക. 6, ഡെയിലി ഇൻസ്പയർഡ് ആക്ഷൻ എടുക്കാൻ തയ്യാറാവുക. ഇതൊക്കെ ചെയ്തുകൊണ്ട് താങ്കൾ ആഗ്രഹിക്കുന്ന സ്വപ്നങ്ങൾ ജീവിതത്തിൽ നേടിയെടുക്കാൻ കഴിയട്ടെ എന്ന് ഹൃദയത്തിന്റെ ഭാഷയിൽ ആശംസിക്കുന്നു. വിഷിംഗ് യു ഓൾ ദി വെരി ബെസ്റ്റ്. NK സൈനിങ് ഓഫ്.